ഹായ്, എല്ലാവർക്കും സുഖമാണോ? സുഖമല്ലേ? രാവിലെ ഒന്നും അല്ല കേട്ടോ. ഇവിടെ ഇപ്പം സമയം 11 മണിയാവുന്നു. പിള്ളേരൊക്കെ രാവിലെ സ്കൂളിൽ പോയി. ഈ നേരം വിളക്ക് മുന്നേ എണീറ്റിട്ട് കാര്യമില്ല. അവരിനി തിരിച്ചു വരുമ്പോഴേക്കും കഞ്ഞിയും കറിയൊക്കെ വെച്ചാൽ മതി. ചുമ്മാ ഞാൻ ടെറസിലേക്ക് ഇറങ്ങി നോക്കി. അപ്പോൾ തന്നെ നമ്മളെ 10 മണിയൊക്കെ കുറേ ചട്ടികളിൽ ഇങ്ങനെ നല്ല സൂപ്പറായിട്ട് പൂ ഉണ്ടായി നിൽക്കുന്നത് കേട്ടോ. നാട്ടിൽ പോലും ഇങ്ങനെ ഉണ്ടാവില്ല. കാരണം നല്ല ഡിഫറൻറ്റ് കളറിൽ നോക്കി എന്ത് ഭംഗിയിലാണ് നിൽക്കണേന്ന്. അത് ഞാൻ പയറിൻ്റെ അടുത്തേക്ക് ഒന്ന് ചെന്നേ. പയർ നോക്കുമ്പം ഇതാ ഒരു പുതിയ പയർ അവിടെ തൂങ്ങി കിടക്കുന്നു. പയർ കണ്ടോ, നല്ല വൃത്തിയായിട്ട് വന്നിട്ട് ചെറിയൊരു ചുള്ളിക്കമ്പ് കയറ്റി വിട്ടതാണേ. വിത്ത് പാകിയിട്ട് 1-2 എണ്ണം ഉണ്ടായിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ. താഴെ തുളസി നല്ല പൂവിട്ട് നിൽക്കുന്നു. പിന്നെ നേരെ അടുക്കളയിൽ വന്നു കേട്ടോ. ഒരു ഗ്ലാസ് ചായ ഇതിനിടയ്ക്ക് പല്ല് തേച്ച് കുടിച്ചായിരുന്നു. അടുക്കളയിൽ വന്നിട്ട് പിന്നെ ഞാനിങ്ങനെ പാത്രം കഴുകി അവിടെ ഉണങ്ങിയിരുന്നു. എല്ലാം എടുത്ത് കബോർഡിൽ അടുക്കി വെച്ചു. അല്ലെ പിന്നെ അടുത്തത് കഴുകുമ്പോൾ നമുക്ക് അവിടെ അടുക്കാൻ സ്ഥലം കിട്ടില്ല. ഇപ്പം എടുത്ത് അടുക്കി വെച്ചു. പിന്നെ കുറച്ച് അങ്ങനെ ഇങ്ങോട്ടും മാറിയൊക്കെ നിന്ന് ചായയൊക്കെ കുടിച്ച് ഫോണിലൊക്കെ തോണ്ടി റീലൊക്കെ എടുക്കി ഇത് കഴിഞ്ഞ് പിന്നെയും കുറച്ച് പാത്രം രാവിലത്തെ ബാക്കി പാത്രങ്ങളൊക്കെ അവിടെ കിടക്കുന്ന എല്ലാം കൂടി എടുത്തിട്ടുള്ളവർക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പാത്രം എല്ലാം കഴുകിയെടുത്ത് അങ്ങനെ വെച്ചു. അപ്പോൾ വെച്ചാലേ നടക്കുകയുള്ളൂ കേട്ടോ. അല്ല പിന്നെ നമ്മൾ ഈ ഉണ്ടാക്കുന്ന പാത്രങ്ങളും കൂടെ കൂടി കിടക്കുമ്പോഴത്തേക്കും നമുക്കൊരു പാടാ. എനിക്കങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണേ. പാത്രം ഇങ്ങനെ കൂടി കിടക്കുമ്പോൾ എനിക്ക് ഇഷ്ടമല്ല അങ്ങനെ. അപ്പം ഞാൻ പാത്രം എല്ലാം കഴുകിയെടുത്ത് വെച്ച് കുറച്ച് അവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കിയൊക്കെ ഇട്ട് കഴിഞ്ഞ് എല്ലാം വൃത്തിയാക്കി കേട്ടോ. അപ്പോൾ അവിടെ അടുക്കളയെല്ലാം ഒന്ന് വൃത്തിയാക്കി. ഇന്ന് സത്യം പറഞ്ഞാൽ ഇച്ചിരി ലേറ്റായി പോയി. ബ്ലൗസ് ഇച്ചിരി നേരത്തെ ആവുന്നതാ. ഞാൻ ഇച്ചിരി ലേറ്റാണ്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ കുറച്ച് സാമ്പാർ ഉണ്ടാക്കാൻ ഓർത്ത്. സാമ്പാറിൻ്റെ കഷ്ണം കഴിഞ്ഞ ദിവസം എടുത്ത് ഫ്രിഡ്ജിൻ്റെ അകത്ത് പച്ചക്കറി വെച്ചിട്ടുണ്ടായിരുന്നു പാത്രത്തിലിട്ട്. അത് ഇനി എവിടെ ഇരുന്ന് ചിലപ്പോൾ അത് പിന്നെ കൊള്ളാണ്ടാവും. അതുകൊണ്ട് ഞാൻ കുറച്ച് സാമ്പാറിനുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കി, പച്ചക്കറിയെല്ലാം റെഡിയാക്കി. ആ ഉരുളിക്കകത്തിരിക്കുന്നത് വെള്ളം കേട്ടോ. ആ ഉരുളി ഞാൻ മീൻ കറി വെക്കാൻ വേണ്ടി നാട്ടിൽ നിന്ന് മേടിച്ചു ഉരുളി. ആ ഉരുളിയുടെ അവസ്ഥ ഉണ്ടോ, ഉരുളി അടിയിൽ പിടിക്കുന്നതുകൊണ്ട് ഞാനിപ്പം പച്ചക്കറി കഴുകാനും മീൻ കഴുകാനും ഒക്കെ എടുക്കുന്ന ഉരുളിയാണേ. ഉരുളി അടുപ്പിട്ട് വെക്കാൻ കൊള്ളില്ല. അങ്ങനെ കുറേ പച്ചക്കറി എല്ലാം അരിഞ്ഞ് വെള്ളത്തിലിട്ട് ആവശ്യത്തിനുള്ള എല്ലാം ഉണ്ട്. നമ്മളിവിടെ ഇങ്ങനെ കിറ്റായിട്ടാണ് സാമ്പാർ കിട്ടും കേട്ടോ. 5 റിയാൽ 10 റിയാലിനൊക്കെ നമുക്ക് കിറ്റ് കിട്ടും. പിന്നെ ഈ തക്കാളി ഇത് നമ്മുടെ ഇവിടെ ഉണ്ടായ തക്കാളിയാണേ. ഞാൻ പുളിക്ക് സാമ്പാറിൽ തക്കാളി മാത്രമേ ഉള്ളൂ. ഞാൻ വേറെ പുളിയൊന്നും പിഴിഞ്ഞ് ഒഴിക്കില്ല. ഇവിടെ അങ്ങനെ ആർക്കും വലിയ പുളിയൊന്നും ഇഷ്ടമില്ല. അപ്പം ഞാൻ നോക്കുമ്പോൾ ക്യാരറ്റ് അവിടെ ഒരെണ്ണം വാടി പോകാറായി കിടക്കുന്നു. ആ ക്യാരറ്റും കൂടി എടുത്ത് അതിലിട്ട് അങ്ങനെയെല്ലാം സെറ്റാക്കി വെച്ചിട്ട് പച്ചക്കറിയെല്ലാം അരിഞ്ഞ് വെച്ചു. ചോറ് അമ്മയാണെങ്കിൽ നേരത്തെ രാവിലെ എണീറ്റ് അമ്മ നേരത്തെ ഉണ്ടായിരുന്നു. അമ്മ ചോറൊക്കെ വെച്ചിട്ടുണ്ട്. പച്ചക്കറി അരിഞ്ഞെല്ലാം കഴുകിയെടുത്ത് ഞാനൊരു കുക്കറിലോട്ട് ഇടും കേട്ടോ. ഞാൻ അങ്ങനെ കുക്കറിൽ ഒരു വിസിലടിച്ചാൽ വേവിക്കുന്നത്. പരിപ്പിച്ചിരി ഒരു ശകലം പരിപ്പും കൂടെ എടുത്ത് വേവിക്കാൻ വേണ്ടിയിട്ട് അതും കുക്കറിലിട്ടു. പിന്നെ കുക്കറിനകത്ത് ഞാൻ കൂടുതൽ അരിഞ്ഞിട്ടിരുന്നത് കുറച്ച് കരിവേപ്പില ഇട്ടു. ഒരു സവോളയുടെ പകുതി ഇട്ടായിരുന്നു. എരിവില്ലാത്ത മുളകാണ് കേട്ടോ. അത് 2 മുളകും കൂടെ ഇട്ടു. എന്നിട്ട് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടാണ് കേട്ടോ വേവിക്കുന്നത്. അങ്ങനെ കുക്കറിനെ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വേവിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മീൻ ഇച്ചിരി അയല മീൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം കഴുകി വൃത്തിയാക്കിയത് ഫ്രീസറിൽ വെച്ചിരുന്നാണ്. കറി വെക്കാൻ നിർത്തും. പിള്ളേർക്ക് ഇങ്ങനെ മീൻ ഇങ്ങനെ അരച്ച് കറി വെക്കുന്ന ഇഷ്ടം. മാങ്ങയൊക്കെ ഇട്ട് അരച്ച് കറി വെക്കുന്ന ഇഷ്ടമാണ്. ചുമന്ന കറി അങ്ങനെ അവർ കഴിക്കില്ല. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്ക് 2 മാങ്ങ മീൻ കറിക്കുള്ള സാധനങ്ങളെല്ലാം എടുത്ത് ഒന്ന് റെഡിയാക്കാൻ ഓർത്ത് അവിടെ എടുത്ത് വെച്ചു. അതവിടെ റെഡിയാക്കാൻ വേണ്ടി കഴുകി നിന്നപ്പോഴത്തേക്കും ഉണ്ട് 2 പേര് വന്നിട്ടുണ്ട് സ്കൂളിൽ നിന്ന് വന്ന് ചാടി തുള്ളി വരുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കളിക്കാമല്ലോ, ഇനിയിപ്പോൾ നാളെ പോയാൽ മതിയല്ലോ. അങ്ങനെയാണേ. ഒരാളവിടെ കഥയൊക്കെ അമ്മയോട് പറഞ്ഞ് ചെരുപ്പൊക്കെ ഊരി മെല്ലെ വരുന്നേ ഉള്ളൂ. പോയിട്ടുണ്ട് എങ്ങാണ്ടോട്ടെ എന്തോ നോക്കാൻ പോരാ. പിന്നെ ഉടായ്പിൻ്റെ ഉസ്താദാണേ. ഇന്ന് വയ്യായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ക്ഷീണമായിരുന്നു. നാളെ ഇനി പോകണമെന്നൊക്കെ വെച്ചിട്ട് നിലത്ത് കിടക്കുവാണേ. അമ്മ അവിടെ ഒരാളുടെ ഉടുപ്പ് വരുന്നുണ്ട്. ഓരോരുത്തരുടെ കാര്യം നടക്കുകയുള്ളൂ. അപ്പോൾ ഒരാളവിടെ കിടക്കുക. ഇന്ന് ക്ഷീണമാ പറഞ്ഞിട്ട്. ആ സമയം കൊണ്ട് ഞാൻ നമുക്കുള്ള സാധനങ്ങളെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇച്ചിരി ഇഞ്ചി, മുളക്, തക്കാളി, പച്ചമുളക്, പിന്നെ കുഞ്ഞുള്ളി, മാങ്ങ നല്ല പുളിയുള്ള മാങ്ങയാണ്. പിന്നെ ഇഞ്ചി ഇച്ചിരി ചതച്ചും വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നല്ലോണം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചട്ടി ചൂടായപ്പം അത് കഴിഞ്ഞ് നമ്മളതിനകത്ത് വെച്ചിട്ട് കടുകും ഉലുവയും കൂടി ഇട്ടിട്ട് അങ്ങ് പൊട്ടിക്കും. കടുക് ഉലുവും പൊട്ടി വരുന്ന കഴിയുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ച സാധനങ്ങളെല്ലാം ഇട്ട് അപ്പോഴേക്കും അമ്മ ഇവിടെ അരച്ച് തന്നു. ഇച്ചിരി തേങ്ങ, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് ഉരച്ച് തന്നു കേട്ടോ. പിന്നെ ഇത് നല്ലോണം നമ്മൾ അരിഞ്ഞു വെച്ച സാധനങ്ങളിനകത്ത് ഇഞ്ചിയും മുളകും ഉള്ളിയും കൂടെ ഇട്ട് കരിവേപ്പിലയും കൂടി ഇട്ട് കടുക് പൊട്ടിനകത്തിട്ട് വെക്കുക. പിന്നെ അത് ആയി കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ അരപ്പ് ഒഴിച്ചു കൊടുത്തു. അരപ്പൊന്ന് മൂക്കണം കേട്ടോ. അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോകുന്നോടം വരെ അരപ്പൊന്ന് മൂത്തു. അടിയിൽ കാണുന്ന അരി കരിഞ്ഞൊന്നും വിചാരിക്കേണ്ട. അത് ഞാൻ ഇച്ചിരി മുളക് പൊടി ഇട്ടതാണേ. ഇച്ചിരി മുളക് പൊടി കുറവായിരുന്നു അരപ്പിലിട്ടത്. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി മുളക് പൊടി ഇട്ടതാണ് കേട്ടോ. അതിങ്ങനെ ആയിക്കഴിഞ്ഞപ്പോഴേക്കും അരപ്പ് ഇങ്ങനെ മൂത്ത് വരും. നമുക്കൊരു മണമൊക്കെ കിട്ടും. അന്നേരം നമുക്ക് അതിനകത്തോട്ട് ഇച്ചിരി ചൂടുവെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ ചൂടുവെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ചൂടുവെള്ളം ഞാൻ കെറ്റിൽ തിളപ്പിക്കാൻ വെച്ചാൽ ഞാൻ എപ്പോഴും മീൻ കറി വെക്കുന്നതിന് മുന്നേ ചൂടുവെള്ളം തിളപ്പിക്കാൻ വെക്കുവേ. ചൂടുവെള്ളം തിളപ്പിക്കാൻ വെച്ചത് ഇങ്ങനെ ചൂടുവെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പ് അരപ്പിൽ കുറച്ച് ഇട്ടിരുന്ന ഉപ്പ്, അത് പോരാത്ത ഉപ്പും കൂടെ ഒഴിച്ച് ഉപ്പും കൂടി ഇട്ട് ഇച്ചിരി ചൂടുവെള്ളമാണ് ആ മിക്സിയുടെ ജാറും കഴുകി ചൂടുവെള്ളം ഒഴിച്ച് ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് അതിനെ ഇവിടെ നല്ലോണം തിളയ്ക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. അതിട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ നമ്മുടെ തക്കാളിയും പച്ചമാങ്ങയും കൂടി ഇട്ട് കൊടുത്തു. ആ അരപ്പ് തിളയ്ക്കുന്ന കൂടെ തന്നെ എനിക്ക് പുളി ഇറങ്ങിക്കോളും. അത് ഇച്ചിരി വെന്തും വരും കേട്ടോ. അതൊന്ന് തിളച്ച് വരുന്ന താമസം കൊണ്ട് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ സാമ്പാറിൻ്റെ ഇതിവിടെ ആയിട്ടിരിപ്പുണ്ട് കേട്ടോ. സാമ്പാറിൻ്റെ കഷ്ണം നല്ലോണം വെന്തു കുക്കറിൻ്റെ ഇതൊക്കെ പോയിരിപ്പുണ്ട്.
ഞാൻ മീൻ ഇട്ട് കൊടുത്തു. തിളച്ചപ്പോഴേക്കും മീൻ ഇട്ട് കൊടുത്തു. മീൻ നല്ലവണ്ണം മീനെല്ലാം ഇട്ട് കൊടുത്തു. ഒന്ന് ചട്ടി ഒന്ന് ചുറ്റിച്ചിട്ട് അതവിടെ മൂടി വെച്ച് നമ്മൾ വേവിക്കുക കേട്ടോ ചെയ്യാറ്. കുറച്ച് ചെറിയ തീയിൽ. പിന്നെ ഞാൻ സാമ്പാറിലൂടെ വെണ്ടയ്ക്ക നേരത്തെ ഇട്ടില്ലായിരുന്നു. വെണ്ടയ്ക്ക ഇച്ചിരി എണ്ണയ്ക്കകത്ത് മൂപ്പിച്ച്, വെണ്ടയ്ക്ക അങ്ങനെ ഉടഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ മൂപ്പിച്ച് ഞാൻ ആ സാമ്പാറിലോട്ട് ചേർക്കും കേട്ടോ. ചേട്ടേ ഞാനിങ്ങനെ സാമ്പാറാക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേർക്ക് കഷ്ണം എടുത്ത് കൊടുക്കാൻ വേണ്ടിയാണ്. സാമ്പാർ പൊടി ചേർത്ത് അവർ കഴിക്കില്ല. പിന്നെ കടുക് പൊട്ടിച്ചിട്ട് അതിലോട്ട് ഞാൻ ഇച്ചിരി സാമ്പാർ പൊടിയും കായവും, ബ്രാഹ്മിൺസിൻ്റെ സാമ്പാർ പൊടിയാണ്, സാമ്പാർ പൊടിയും കായവും കൂടെ ചേർത്ത് നല്ലോണം മൂപ്പിച്ചിട്ട്, ആ പൊടി നമുക്ക് മൂക്കുമ്പോൾ അറിയാമല്ലോ, പൊടി കരിയാൻ പാടില്ല, ചെറിയ തീയിൽ മൂപ്പിച്ച് അത് നമ്മുടെ കുക്കറിലോട്ട് ചേർക്കും. പിള്ളേർക്ക് ഉള്ളത് ഞാൻ ഓൾറെഡി എടുത്തു. പിള്ളേർക്ക് കഷ്ണം ചേർക്കുന്നതിന് മുന്നേ തന്നെ ഉപ്പും മഞ്ഞൾ പൊടി ഇട്ട് വേവിച്ച പച്ചക്കറി എടുത്ത് വെച്ചു. അവരങ്ങനെ കഴിക്കാറ്, അവർക്ക് അത് ഇഷ്ടം. ഇതിന് എരിവുണ്ടല്ലോ, എരിവ് അവരങ്ങനെ ഒത്തിരി കഴിക്കില്ല. അപ്പോൾ അങ്ങനെ സാമ്പാറായിട്ടുണ്ട്. സാമ്പാർ ഇനി ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മുടെ സാമ്പാർ റെഡിയാവും കേട്ടോ. സാമ്പാറിൻ്റെ ഒക്കെ തിളച്ച് വരുമ്പോഴേക്കും ആ കായവും സാമ്പാർ പൊടിയും എല്ലാം ചേരും. നമുക്കിത് പിന്നെ ഒന്നും ചെയ്യണ്ട. പിന്നെ പച്ചമുളകൊക്കെ വേണം ചേർക്കാൻ. ഞാനങ്ങനെ ഇന്ന് ചേർത്തില്ല. ഇന്ന് ഞാൻ ഇച്ചിരി പച്ചമുളക് ഇന്നത്തെ മുന്നേ ഞാൻ മറന്നുപോയി. പച്ചമുളക് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ മറന്നുപോയി കേട്ടോ. നമ്മുടെ സാമ്പാറായിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പർ സാമ്പാറായിട്ടുണ്ട്. നേരത്തെ വെള്ളമോടെ ഇപ്പോൾ കുറുകിയിലിരിക്കുന്ന നോക്കി മീൻകറി ആയിട്ടുണ്ട്. മീൻകറി സെറ്റായി. പിന്നെ ആഴ്ചയിൽ ഒരു പാനെടുത്തിട്ട് കരിയേപ്പില ഇട്ടിട്ട് മീൻ 2-3 വറക്കാൻ വേണ്ടി വെച്ച്. പിള്ളേർ മീൻ വറുക്കാൻ കഴിക്കില്ല, നമുക്ക് വേണ്ടി മാത്രം വറക്കാൻ വെച്ചു. പിന്നെ ഞാൻ ബാക്കിയുള്ള പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി പിന്നെ ഒതുക്കുവാണേ. അരച്ച മിക്സിയും പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി. കാരണം അത് ഞാൻ കഴുകി വെച്ചില്ലേ പിന്നെ അത് ആ സിങ്കിനകത്ത് കൂടിക്കിടന്ന് കഴിയുമ്പോഴേക്കും നമുക്കൊരു വല്ലാത്ത ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് ഞാനതെല്ലാം കൂടെ അങ്ങോട്ട് കഴുകിയെടുത്ത് വൃത്തിയാക്കി തേക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളിന്ന് ലഞ്ചിന് ഇതൊക്കെ കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് പിന്നെ ഓൾറെഡി അമ്മ കുറച്ച് ചക്കക്കുരു അവിടെ ഉണ്ടായിരുന്നു. ചക്കക്കുരു മെഴുക്കുവരട്ടി വെച്ച് വെച്ചിട്ടുണ്ട്. അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു പോയിട്ടുണ്ട് കേട്ടോ. ചക്കക്കുരു അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചക്കക്കുരു ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. ചക്ക വന്നതിൻ്റെ കുറച്ച് ചക്കക്കുരു ഉണ്ടായിരുന്നു. ആ ചക്കക്കുരു ഉണ്ട്. അപ്പം നമ്മളിങ്ങനെ പാത്രമെല്ലാം കഴുകി എല്ലാം വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ട്. അത് മീനും കൂടെ വറുത്ത് വന്നിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ലഞ്ച് ഇതാട്ടോ. എല്ലാവരും താങ്ക്സ് ഫോർ വാച്ചിങ്.